2012 പൊങ്കലിന് റിലീസാവുന്ന മദഗജരാജ എന്ന വിശാലിന്റെ സിനിമ ഇപ്പോൾ 13 വർഷങ്ങൾക്ക് ശേഷം റിലീസായി. ഇതേപോലെ ഒരുപാട് മലയാള സിനിമകൾ ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം റിലീസായിട്ടുണ്ട്. ഇങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് റിലീസിന് വന്ന മലയാള സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കൊണ്ടും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. വിന്റർ 2003 റിലീസായ ഒരു മലയാള സിനിമയായിരുന്നു വിന്റർ. നല്ല ഗാർഡൻ, എല്ലാം നന്നായിരിക്കുന്നു. ഗ്രേറ്റ് അല്ലേ? ഏത് നിറവലയം പിടിച്ച് പൊടിയടിച്ച് കിടക്കുന്ന ഈ വീട് ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത് ജയറാം, ഭാവന എന്നിവരായിരുന്നു ഈ സിനിമയ്ക്ക് പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചത്. ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടൊക്കെ വരുമെന്ന് ഈ അടുത്ത കാലത്ത് അനൗൺസ്മെൻ്റ് ഒക്കെ വന്നിരുന്നെങ്കിലും പിന്നീട് അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും നടന്നില്ല. എന്തായാലും ഈ സിനിമ 2009 റിലീസിന് വന്നത്. 2003 ഷൂട്ടിംഗ് കഴിഞ്ഞ ഈ സിനിമയ്ക്ക് ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഏകദേശം 6 കൊല്ലങ്ങൾക്ക് ശേഷം ഈ സിനിമ റിലീസിന് വന്നത്. ഒരുപക്ഷെ ഈ സിനിമ ആ 2003 ടൈമിലൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു വലിയ വിജയമായി തന്നെ മാറിയേനെ. എന്തായാലും അങ്ങനെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് 6 വർഷത്തിന് ശേഷം വന്ന ഈ സിനിമയ്ക്ക് തിയേറ്റർ റിലീസുകൾ തന്നെ വളരെ കുറവായിരുന്നു. അങ്ങനെ ഈ സിനിമ ബോക്സ് ഓഫീസിലൊരു ഫ്ലോപ്പായി തന്നെ മാറി. പ്രശ്നോ ലോകത്തൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഈ വീട്ടില്. മറ്റൊരു സിനിമയായിരുന്നു നമ്മൾ തമ്മിൽ. 2003 50-50 എന്ന പേരിൽ ഷൂട്ടിംഗ് ആരംഭിച്ച് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത ഒരു വിജയ് തമ്പി സിനിമയായിരുന്നു ഈ നമ്മൾ തമ്മിൽ. നിന്നെ കാണാൻ വന്നതേ ഞാനാ വിക്കി, എന്നേക്കാ വലുതാകണ്ട നിനക്ക് പറഞ്ഞു. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ഗീതു മോഹൻദാസ് തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയ്ക്കും നേരിടേണ്ടി വന്നത് ഡിസ്ട്രിബ്യൂഷൻ ഇഷ്യൂ ആയിരുന്നു. ഈ സിനിമയിലെ ഇവരുടെയൊക്കെ ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് പണ്ടെങ്ങാണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ സിനിമയാണെന്ന്. കാരണം പൃഥ്വിരാജ് 2009 ടൈമിലൊക്കെയുള്ള ലുക്ക് ഇത്ര യങ് അല്ല, കുറച്ചുകൂടി മെച്യൂർഡായ ഒരാളെ പോലെയാണ് പൃഥ്വിരാജ് സിനിമകളിലെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ സിനിമ വർഷങ്ങൾക്ക് മുന്നേ ഷൂട്ട് ചെയ്ത സിനിമയാണെന്ന്. അടുത്ത സിനിമയാണ് 3 വിക്കറ്റിന് 365 റൺസ്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇതെന്താണ് ഇങ്ങനെ ഒരു പേര് എന്ന് കരുതിപ്പോവും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പക്ഷേ ഒരു പ്രൊമോഷണൽ സ്ട്രാറ്റജി ആയിരിക്കാം. എന്തിനും ഏതിനും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ ധനുഷ്കോടിക്ക് നൽകണമേ. ഏകദേശം 2001 മറ്റോ ഷൂട്ടിംഗ് കഴിഞ്ഞ സിനിമയായിരുന്നു 3 വിക്കറ്റിന് 365 റൺസ്. കെ ഹരിദാസ് സംവിധാനം ചെയ്ത് കലാഭവൻ നവാസ്, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ, ജഗതി അങ്ങനെ ഒരു വലിയ കോമഡി താരത്തെ തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. നടക്കാൻ പറ്റൂല. ആദ്യം താനാരാന്ന് പറ. ഞാനൊന്ന് മേഡത്തിന്റെ അടുത്ത് പറഞ്ഞ് മേഡം അനുവദിച്ചെങ്കിലും തനിക്ക് മേഡത്തിനെ കാണാൻ പറ്റും. ശരിക്കും ആ 2001-2002 കാലഘട്ടങ്ങളിലൊക്കെ കലാഭവൻ നവാസ് നായക സ്ഥാനത്ത് സിനിമകൾ ഒരുപാട് റിലീസായിട്ടുണ്ട്. ഇതുകൂടാതെ ഹരിശ്രീ അശോകൻ്റെ ഒരു യങ് ലുക്കാണ് ഈ സിനിമയിലുള്ളത്. ശരിക്കും 2015 ടൈമിൽ ഹരിശ്രീ അശോകൻ ഇതുപോലുള്ള കോമഡി വേഷങ്ങൾ ചെയ്യുന്നില്ല. ഇതും കൂടാതെ കലാഭവൻ നവാസ് ആ സമയത്ത് നായക വേഷങ്ങളും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് റിലീസായ ഈ സിനിമ വർഷങ്ങൾക്ക് മുന്നേ ഷൂട്ടിംഗ് കഴിഞ്ഞ സിനിമയാണെന്ന് പലർക്കും അറിയുക പോലുമില്ല. ഈ സിനിമയുടെ ക്യാമറ ആംഗിളും ഒരു കളർ ഗ്രേഡിങ്ങും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ സിനിമ ഒരു വല്ലാത്ത രീതിയിൽ എടുത്തതാണെന്ന്. ശരിക്കും ഇതിൻ്റെ പ്രശ്നം ഇത് വർഷങ്ങൾക്ക് മുന്നേ റിലീസാകാനിരുന്ന സിനിമയാണ് എന്നതായിരുന്നു. എന്തൊരു ചൂടല്ലേ സഹോദരന്മാർ. അടുത്ത സിനിമയാണ് സീതാ കല്യാണം. 2003 ഷൂട്ടിംഗ് കഴിഞ്ഞ സിനിമയാണ് സീതാ കല്യാണം. ജയറാം, ജ്യോതിക, ഗീതു മോഹൻദാസ്, ഇന്ദ്രജിത്ത് തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വ്യാഴത്തിൽ ശനി, അഷ്ടമത്തിൽ ചൊവ്വ, 9 വ്യാഴം, 8 കുളികൻ. സിനിമയിലെ കോമഡി സീനുകൾ പോലും നമുക്ക് കാണുമ്പോൾ ഇതൊരു പഴയകാല കോമഡി അല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ ഏകദേശം 6 കൊല്ലത്തോളം പെട്ടിലിരുന്ന സിനിമയായിരുന്നു ഇതേ സീതാ കല്യാണം. വരന് വധുവിനെ കാണാൻ പറ്റാതെ മനപൂർവ്വം കാണിക്കാതെ വെക്കുന്നതാ. 2003 ഷൂട്ടിംഗ് കഴിഞ്ഞ് പിന്നീട് 2009 ഈ സിനിമ റിലീസിന് വന്നത്. ഈ സിനിമയിൽ നേരിടേണ്ടി വന്നത് ഇതേപോലുള്ള പ്രൊഡക്ഷൻ ഇഷ്യൂസും ഡിസ്ട്രിബ്യൂഷൻ ഇഷ്യൂസും ഒക്കെ ആയിരുന്നു. എന്തായാലും ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പായി മാറി. നെക്സ്റ്റ് വൺ മാജിക് ലാമ്പ്. 2004 ഷൂട്ടിംഗ് കഴിഞ്ഞ സിനിമയായിരുന്നു മാജിക് ലാമ്പ്. ചാലക്കുടി മണികണ്ഠൻ കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ നീ എന്റെ കർത്താവേ, മാമ്പഴമാകട്ടെ നീ. ജയറാം കരിയറിൽ ആദ്യമായി 3 വേഷത്തിലെത്തിയ സിനിമയായിരുന്നു. 4 വേഷം. സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു വേഷം കൂടി ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഹരിദാസ് എന്ന സംവിധാനം ചെയ്ത് ജയറാം, മീന, മണി, ഒടിവിലുണ്ണി കൃഷ്ണൻ
അങ്ങനെ ഒരു വലിയ കോമഡി താരനിരയും ഈ സിനിമയിലുണ്ടായിരുന്നു. ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. എനിക്ക് കിട്ടുന്ന അടിയാ. 2009 റിലീസായ ഈ സിനിമയിൽ നമുക്ക് 2008 മരിച്ചുപോയ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനെ കാണാം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെ സാധിച്ചെന്ന്. സാറ് പെങ്ങളെ ഒന്ന് വിളിച്ചാട്ടെ, എന്നിട്ട് ഇത് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ആക്കിയാട്ടെ. അതിൻ്റെ പ്രധാന കാരണം ഈ സിനിമയ്ക്കുണ്ടായ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇഷ്യൂസ് തന്നെയായിരുന്നു. ഈ സിനിമ റിലീസിനെത്തിയതും വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമായിരുന്നു. അതിൻ്റെ കാരണവും ഇത് തന്നെയായിരുന്നു. അതായത് 2004 ഷൂട്ടിംഗ് കഴിഞ്ഞ് 2009 ഈ സിനിമ റിലീസിന് വന്നത്. ഈ സിനിമയുടെ കളർ ഗ്രേഡിങ് പോലും ഒരു 10 വർഷം മുമ്പത്തെ പോലെ തന്നെയുള്ള ഒരു രീതിയിലായിരുന്നു. അടുത്ത സിനിമയാണ് ആട്ടക്കഥ. 2011 ഷൂട്ടിംഗ് കഴിഞ്ഞ് 2013 റിലീസിനെത്തിയ സിനിമയാണ് ആട്ടക്കഥ. കണ്ണൻ പെരുമുടിയാർ സംവിധാനം ചെയ്ത് വിനീത്, മീരാനന്ദൻ തുടങ്ങിയവർ അഭിനയിച്ച് നൃത്തത്തിന് പ്രാധാന്യം നൽകിയ സിനിമയായിരുന്നു ആട്ടക്കഥ. ഈ സിനിമയ്ക്ക് നേരിടേണ്ടി വന്നത് ഇതേപോലെയുള്ള വിതരണ സമയത്തുള്ള ഇഷ്യൂസ് ആയിരുന്നു. 2013 റിലീസായെങ്കിലും ഈ സിനിമ ബോക്സ് ഓഫീസിലൊരു വലിയ പരാജയമായി തന്നെയാണ് മാറിയത്. അടുത്ത സിനിമയാണ് ഓറഞ്ച്. 2009 ഷൂട്ടിംഗ് കഴിഞ്ഞ് 2012 ഈ സിനിമ റിലീസിന് വന്നത്. ഞാൻ അവൾക്ക് കാശ് കൊടുക്കാം. യാക്കോബി പറയുന്നിടത്ത് അവള് വരണം. കാശ് കൊടുക്കാന്ന് ഉറപ്പാണ്. ഫാൻഡത്തിന് ശേഷം സംവിധായകനായ ബിജു വർക്കി സംവിധാനം ചെയ്ത സിനിമ കൂടിയായിരുന്നു ഇതേ ഓറഞ്ച്. കലാഭവൻ മണി, ബിജു മേനോൻ, ലെന, സലീംകുമാർ തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നീ വാ എന്റെ കൂടെ പോരെ, ഞാൻ നോക്കിക്കോളാം നിന്നെ. കലാഭവൻ മണിയുടെ മികച്ചൊരു കഥാപാത്രവും നമുക്ക് ഈ സിനിമയിൽ കാണാം. എന്നിരുന്നാൽ പോലും ഈ സിനിമ ഏകദേശം 3 വർഷത്തോളം പെട്ടിയിൽ കിടന്നിട്ടാണ് പിന്നീട് റിലീസിന് വന്നത്. അടുത്ത സിനിമയാണ് കരീബിയൻസ്. ഈ സിനിമയും ഏകദേശം 3 വർഷത്തോളം ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി പിന്നീടാണ് റിലീസിന് വന്നത്. ഇത്തരം നെറുകെട്ട കൈ കൊണ്ട് വെക്കരുത് വിശ്വനാഥന് സെലോട്ട്. നടൻ കൂടിയായ ഇർഷാദ് സംവിധാനം ചെയ്ത് കലാഭവൻ മണി 3 വേഷത്തിൽ വന്ന സിനിമയായിരുന്നു കരീബിയൻസ്. ഫോട്ടിൽ സ്വന്തം ജീവൻ കളഞ്ഞിരിക്കും, പക്ഷെ അതിനുള്ള അവസരം അവന് കിട്ടിയില്ല. കലാഭവൻ മണി ഇതിനു മുന്നേ തന്നെ സിനിമകളിലൊക്കെ 3 വേഷങ്ങളിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ചാക്കോ രണ്ടാമൻ എന്ന സിനിമയിലൊക്കെ കലാഭവൻ മണി ഇതേപോലെ 3 വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇതൊരു വെറൈറ്റി അറ്റംപ്റ്റ് പോലെ നടത്തിയൊരു സിനിമയായിരുന്നു. ഈ സിനിമയിൽ സായികുമാർ, സിദ്ദിഖ്, ശ്വേതാമേനോൻ തുടങ്ങി ഒരു വലിയ താരനിരയും ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഈ സിനിമയും ഡിസ്ട്രിബ്യൂഷൻ ഇഷ്യൂസും പ്രൊഡക്ഷൻ ഇഷ്യൂസും ഒക്കെ കാരണം ഏകദേശം 3 വർഷത്തിനധികം പെട്ടിയിൽ കിടന്നിട്ട് പിന്നീടാണ് ഈ സിനിമ റിലീസിനെത്തിയത്. ഞാനിപ്പോൾ പറയുന്നു, ഞങ്ങളുടെ ജീവനേക്കാൾ വലുതാണ് ഞങ്ങളുടെ വാക്ക്. അടുത്ത സിനിമയാണ് അവരുടെ രാവുകൾ. 2015 ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി പിന്നീട് 2017 ഈ സിനിമ റിലീസിന് വന്നത്. ഷാനിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത് ആസിഫ് അലി, വിനയ് ഫോർട്ട് തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയിൽ ഉണ്ണി മൂന്നിന് ഒരു പ്രത്യേക റോളിൽ വരുന്നുണ്ട്. ഈ സിനിമയിൽ നേരിട്ടത് ഇതേപോലെയുള്ള പ്രൊഡക്ഷൻ ഇഷ്യൂ ആയിരുന്നു. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പിലേക്കാണ് കലാശിച്ചത്. അടുത്ത സിനിമയാണ് ഫീമെയിൽ ഉണ്ണികൃഷ്ണൻ. 2009 റിലീസാവാനിരുന്ന സിനിമയായിരുന്നു ഫീമെയിൽ ഉണ്ണികൃഷ്ണൻ. 2009 തന്നെ ഷൂട്ടിംഗ് വർക്കുകളും ഈ സിനിമയുടെ കംപ്ലീറ്റ് ആയിരുന്നു. നമുക്കറിയാം സുരാജ് ബഞ്ഞാറമ്മൂടെ കരിയറിൻ്റെ തുടക്കകാലം കഴിഞ്ഞ് പിന്നീട് ഒരു സമയത്ത് ഇതേപോലുള്ള കോമഡി സിനിമകളിൽ നായകനായി വന്നിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എന്ന സിനിമയൊക്കെ അന്ന് ഒരു വലിയ ഓളം തന്നെ സൃഷ്ടിച്ചിരുന്നു. KB മധു സംവിധാനം ചെയ്ത് സുരാജ്, അനൂപ് മേനോൻ, മഹാലക്ഷ്മി തുടങ്ങി ഒരുപാട് പേർ ഈ സിനിമയിലുണ്ടായിരുന്നു. എന്റെ ശബ്ദം കേട്ടിട്ടാണ് നിങ്ങൾ ചിരിച്ചതെന്ന് എനിക്കറിയാം. ഒരപേക്ഷയുണ്ട്, എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ കേൾക്കാനുള്ള സന്മനസ് നിങ്ങൾ കാണിക്കണം. ഡ്യൂപ്ലിക്കേറ്റിൻ്റെ അതേ ടൈമിൽ റിലീസാണിരുന്നത് കൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സിനിമയിലെ അതേപോലത്തെ ലുക്കായിരുന്നു സുരാജിന് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഫീമെയിൽ ഉണ്ണികൃഷ്ണൻ എന്ന പേരിൽ തന്നെ നമുക്ക് കഥ മനസ്സിലാകുന്നുണ്ട്. അതായത് സിനിമയിൽ സുരാജിനുള്ളത് സ്ത്രീകളുടെ ശബ്ദമായിരുന്നു. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ട് തന്നെ ഒരുപാട് കോമഡി സീനുകളും ഈ സിനിമയിലുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഇങ്ങനെ 6-7 വർഷത്തോളം റിലീസ് പെട്ടിയിലിരുന്ന് പിന്നീട് വന്ന ഈ സിനിമ ബോക്സ് ഓഫീസിലെന്നല്ല ഒരു രീതിയിലുമുള്ള ഓളം ഉണ്ടാക്കിയില്ല. ഈ സിനിമ മിനി സ്ക്രീനിലെത്തിയിട്ട് പോലും പലരും ഈ സിനിമ ശ്രദ്ധിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഒക്കെ ആ സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ വിജയമായി തന്നെ ഈ സിനിമ മാറിയേനെ. എന്നിരുന്നാൽ പോലും ഈ സിനിമയ്ക്ക് വിജയമാക്കി തീർക്കാൻ സാധിച്ചില്ല. അടുത്ത സിനിമയാണ് തുറമുഖം. രാജീവ് രവി സംവിധാനം ചെയ്ത് നിവിൻ പോളി, ഇന്ദ്രജിത്ത്, ജോജു തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 2020 ടൈമിൽ റിലീസാവാനിരുന്ന സിനിമയായിരുന്നു തുറമുഖം. അതായത് മൂത്തോൻ എന്ന സിനിമയ്ക്ക് ശേഷം ശരിക്കും നിവിൻ പോളിയുടെ റിലീസിന് വരാനിരുന്ന സിനിമ തുറമുഖമായിരുന്നു. ഈ സിനിമയ്ക്ക് ആദ്യം ഒരു റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു, പിന്നീട് അത് മാറ്റി. അത് കഴിഞ്ഞ് പിന്നീട് മരക്കാർ എന്ന സിനിമയ്ക്കൊപ്പം ഒരു ക്ലാഷ് റിലീസും ഈ സിനിമയ്ക്ക് റിലീസായി പ്രഖ്യാപിച്ചിരുന്നു. എന്നിരുന്നാൽ പോലും ഈ സിനിമയ്ക്ക് പിന്നീട് അങ്ങോട്ട് നിരവധി തവണ ഇതിൻ്റെ അപ്ഡേറ്റുകളൊന്നും വന്നില്ല. എന്നിട്ട് ഈ സിനിമ ഒരു തീരെ ഹൈപ്പില്ലാതെയാണ് റിലീസായത്. അതുകൊണ്ട് തന്നെ സിനിമ ബോക്സ് ഓഫീസിലും ഒരു പരാജയമായി മാറി. ശരിക്കും ഈ സിനിമയ്ക്ക് ആദ്യകാലങ്ങളിൽ നിവിൻ്റെ കരിയർ ഹൈപ്പ് സിനിമ എന്നുവരെ വിളിപ്പേരുണ്ടായിരുന്നു. അങ്ങനെയുള്ള സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറിയത് ഇതേപോലുള്ള ഇഷ്യൂസ് കാരണമായിരുന്നു.
വർഷങ്ങളോളം ഷൂട്ടിംഗ് കഴിഞ്ഞ് പെട്ടിയിലായി പിന്നീട് അത് റിലീസിന് വന്ന മലയാള സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ചാനൽ ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.